1983 ഞാൻ മെഡിക്കൽ കോളേജിൽ ചേരുന്നത് MBBS പഠനത്തിനായിട്ട്. ഇപ്പോൾ 42 വർഷത്തോളമായി. അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ അനുഭവജ്ഞാനങ്ങളുണ്ട് മെഡിക്കൽ രംഗത്തെപ്പറ്റി. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥി നേതാവായിരുന്നു, വിഷയങ്ങളിലൊക്കെ ഇടപെട്ട ആളാണ്, IMAയിൽ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യരംഗത്ത് പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോഴും ഇടപെടുന്ന ആളാണ്. പിന്നീട് ലോകാരോഗ്യ സംഘടനയിലും മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ജോലിയിട്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനീ പറയാൻ പോകുന്നത്, പലപ്പോഴും ഈ മെഡിക്കൽ രംഗത്തെ വിഷയങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളും മന്ത്രിമാരെ കാണുന്നത്. കഴിഞ്ഞ ഒരു 9 വർഷത്തിലധികമായിട്ട് ഇടതുമുന്നണി ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ ആരോഗ്യമന്ത്രിയാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ CPM-നൊക്കെ നോവും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മെഡിക്കൽ രംഗത്തെ കാര്യങ്ങളാണ്. നമ്മൾ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം, സർക്കാരിന് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. നമുക്ക് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ വേണോ കുറവ് മെഡിക്കൽ കോളേജുകൾ വേണോ എന്നുള്ള കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടേയില്ല. പലപ്പോഴും പറയും, കഴിഞ്ഞ ഗവൺമെൻറ് ഒരുപാട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെന്ന് അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. UDF ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ അനാവശ്യമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതൊക്കെ ഇടതുമുന്നണിക്കാർ പറയുമായിരുന്നു. വെറും സർക്കാർ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നുവരെ പറയുമായിരുന്നു. ഇതേ ആരോഗ്യമന്ത്രി തന്നെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞു അതിവിടെ ഡോക്ടർമാരുള്ളതുകൊണ്ടാണ്, ഇവിടെ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാർ ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇടതുമുന്നണിക്ക് മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ നിലപാടില്ല എന്ന് പറയാനായിട്ടാണ്. UDF തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രി തുടങ്ങിയത് LDF പൂട്ടിക്കളഞ്ഞു അവരുടെ മന്ത്രിസഭ വന്നപ്പോൾ. അത് ഉപേക്ഷിക്കപ്പെട്ട ഘട്ടമായിട്ട് അവിടെ കിടക്കുക. ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുക്കാറായപ്പോൾ ഞങ്ങൾ 2 മെഡിക്കൽ കോളേജ് വയനാടും കാസർഗോഡും തുടങ്ങിയെന്നും പറഞ്ഞൊരു അവകാശവാദമായിട്ട് വന്നിരിക്കുക. ഞാനത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയുകയല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുകയല്ല. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് 42 കൊല്ലം മുമ്പ് ജീവിതം ആരംഭിച്ച ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുകൾ വേണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിശ്ചയവുമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടില്ല. പല വികസിച്ച നാടുകളിലും മെഡിക്കൽ സീറ്റുകൾ തീരുമാനിക്കുന്നത് അവർക്ക് ഭാവിയിൽ എത്ര ഡോക്ടർമാർ ആവശ്യമുണ്ട്, ഡോക്ടർമാരുടെ ആയുസ് എത്രയായിരിക്കും, ഡോക്ടർമാർ എത്ര പേർ രാജ്യത്ത് തുടരും, എത്ര പേര് പുറത്തു പോകാൻ സാധ്യതയുണ്ട്, പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ നാട്ടിലേക്ക് എത്ര ഡോക്ടർമാർ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. ചില രാജ്യങ്ങളിൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ നിലനിൽക്കുമ്പോഴും സീറ്റുകളുടെ എണ്ണം കുറച്ച് നാളത്തേക്ക് കുറയ്ക്കാറുണ്ട്, കൂട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. നമ്മളിവിടെ മെഡിക്കൽ കോളേജുകൾ കൂട്ടുന്നതിനെപ്പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. പലപ്പോഴും ഏറ്റവും നല്ല ചികിത്സ നടത്താനായിട്ട് മെഡിക്കൽ കോളേജുകൾ വേണമെന്ന ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ വിചാരം മെഡിക്കൽ കോളേജുകൾ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുമെന്നാണ്. ഒരു പരിധിവരെ ശരിയാണ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ മെഡിക്കൽ സീറ്റുകളില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നാണ്, ഏറ്റവും നല്ല ആശുപത്രികളൊന്നാണ്. അതുപോലെ പല ആശുപത്രികളുണ്ട്, സ്വകാര്യ മേഖലയിലുമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യം കൊടുക്കുന്നിടത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം നടക്കണമെന്നില്ല. മെഡിക്കൽ കോളേജുകളുടെ പ്രധാന ഉദ്ദേശം മെഡിക്കൽ വിദ്യാഭ്യാസം, അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ നടക്കുന്നതാണ്. അപ്പോൾ നല്ല ചികിത്സ കൊടുക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ തുടങ്ങേണ്ട, ആശുപത്രിയിലാണ് തുടങ്ങേണ്ടത്. അതവിടെ നിൽക്കട്ടെ. മെഡിക്കൽ കോളേജിൽ എത്ര തുടങ്ങിയാലും നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം മെഡിക്കൽ പഠനത്തിന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പഴയതുപോലെ എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സമർത്ഥന്മാരെല്ലാം മെഡിക്കൽ കോളേജിൽ പോകുന്ന കാലമൊക്കെ മാറി വരികയാണ്. മറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും എല്ലാവരുടെയും ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കണമെങ്കിൽ കേരളത്തിൽ ഒരിക്കലും മെഡിക്കൽ കോളേജ് എണ്ണം നിർത്താൻ പറ്റില്ല. ഒരുപാട് മെഡിക്കൽ കോളേജ് ഇനിയും വേണ്ടി വരും. അത് സാധ്യവുമല്ല. ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 1000 പേർക്കൊരു ഡോക്ടർ എന്നൊക്കെയാണ്. ഇന്ത്യ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 400 പേർക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലേക്കാണ് അനുപാതം. ഇത് കൃത്യമായിട്ട് 400 പേർക്കുണ്ടോ, ഗ്രാമങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത സ്ഥലങ്ങളില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള ഡോക്ടർമാരെല്ലാം നഗരത്തിലല്ലേ? അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, കൃത്യമായ കണക്കെടുപ്പില്ലാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടോ ഞങ്ങൾ തുടങ്ങി 2 മെഡിക്കൽ കോളേജ് എന്ന് പറയുകയാണ്. ഈ മെഡിക്കൽ കോളേജുകൾ ഒരുപാട് തുടങ്ങുമ്പോൾ, തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങുമ്പോഴത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകും. കേരളത്തിലെ പല പുതിയ മെഡിക്കൽ കോളേജുകളും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്
മെഡിക്കൽ കൗൺസിലിൻ്റെ പരിശോധനയ്ക്ക് വരുമ്പോൾ മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആളെ വലിച്ചിട്ടാണ്. ഇതേ സംഭവം പുതിയതായി തുടങ്ങിയെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്ന, ഈ സർക്കാർ അവകാശപ്പെടുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജിലും വയനാട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന പല മെഡിക്കൽ കോളേജുകളുമുണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിട്ട് പോലും കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കഷ്ടിച്ച് നടന്നു പോകുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഒരു ദിവസം 700 പേരൊക്കെയാണ് വരുന്നത്. ഒരു 100 പേരിൽ കൂടുതൽ 2-3 പേർ കാണാൻ പറ്റില്ല. പക്ഷേ 700 പേരെയും കാണേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നിലവാരം കുറയും, ഗുണനിലവാരം കുറയും. അത്യാവശ്യക്കാരനായിരിക്കില്ല ചിലപ്പോൾ ആദ്യം കാണേണ്ടി വരുന്നത്. ചിലപ്പോൾ സ്വാധീനമുള്ളവനെയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന ഒരാളെയൊക്കെ ചിലപ്പോൾ ആദ്യം കണ്ടെന്ന് വരും. യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ട, ശ്രദ്ധ വേണ്ട, പണമില്ലാത്ത പാവപ്പെട്ടവൻ ചിലപ്പോൾ അവസാനമായിപ്പോവും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയും തട്ടിമുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ പലരെയും ഈ പുതിയ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ്, മെഡിക്കൽ കൗൺസിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ പുതിയതായിട്ട് സ്റ്റാഫിനെ കൊടുക്കണം. കോവിഡ് സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഭരണകർത്താക്കൾ പറഞ്ഞിരുന്നത് ആ മെഡിക്കൽ കോളേജ് സാധാരണ നിലയിൽ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ 1200 അഡീഷണൽ സ്റ്റാഫ് വേണമെന്നാണ്, ഡോക്ടർമാരുൾപ്പെടെ. ഒരാളെ പോലും സർക്കാർ കൊടുത്തിട്ടില്ല. പല മെഡിക്കൽ കോളേജുകളിലും സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകൾ വരെ ഒഴിഞ്ഞിടക്കാണ്. ശമ്പളം കുറവായതുകൊണ്ട് പലരും ചേരാൻ തയ്യാറില്ല. ഗവൺമെൻറ് ഏറ്റിരുന്ന പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന ഇപ്പോൾ സമരത്തിലാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാതെയാണ് പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് പ്രഖ്യാപിച്ചിരിക്കുന്നതും അവിടേക്ക് നിലവിലുള്ള മെഡിക്കൽ കോളേജ് അധ്യാപകരെ തന്നെ അങ്ങോട്ട് ഓടിച്ചു വിടുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നടന്നു പോകുന്ന മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഇത് സ്ഥിരമായിട്ടുള്ള നിയമനം അല്ലാത്തതുകൊണ്ട് പുതിയ മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടുന്നവർക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല. അപ്പോൾ ആ മെഡിക്കൽ കോളേജുകളും നേരെ പ്രവർത്തിക്കാനുള്ള തടസ്സങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം വളരെ പ്രധാനപ്പെട്ട രംഗമാണ്. ഏറ്റവും നന്നായി പഠിക്കേണ്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കപ്പെടേണ്ട സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ മറ്റേത് വിഷയത്തിലും അല്ല, ഇപ്പോൾ മറ്റ് സയൻസിൽ തന്നെ അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ കുറേ ചോദ്യങ്ങൾ തന്നിട്ട് അതിനകത്ത് ഒരു നിശ്ചിത എണ്ണം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ ആ പരീക്ഷ പാസ്സാകാം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന വിഷയങ്ങളുണ്ട്. മെഡിക്കൽ സയൻസ് അത് പറ്റൂല. 100% ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയേ പറ്റുള്ളൂ. കാരണം ഒരു അവയവത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു രോഗത്തെപ്പറ്റി പഠിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 100% കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചില പിശകളൊക്കെ വരെ അതിനെപ്പറ്റി ഉദ്ദേശിച്ചു, പക്ഷേ ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. നമുക്ക് മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും പഠിച്ചേ പറ്റുള്ളൂ. പുതുതായിട്ടുണ്ടാകുന്ന വിഷയങ്ങളും പഠിക്കണം. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് HIV രോഗത്തെപ്പറ്റിയൊക്കെ അത് കണ്ടുപിടിക്കുകയും ചർച്ചയൊക്കെ ആകുന്നത്. പരീക്ഷയ്ക്ക് HIV പറ്റി ചോദിക്കാൻ തുടങ്ങി. അന്ന് വരെ ലഭ്യമായിട്ടുള്ള വിഷയങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. അത് സിലബസ് ഇല്ല. HIV മെഡിക്കൽ കോളേജ് ചേർന്നതിന് ശേഷം HIV വന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ ആ ദിവസങ്ങളിൽ വന്ന ലേഖനങ്ങൾ, ശാസ്ത്രലേഖനങ്ങൾ വന്ന പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ പുതിയ രോഗാണുവിനെ കണ്ടുപിടിച്ചു. നമ്മൾ അതിനെപ്പറ്റി പഠിച്ചേ പറ്റുള്ളൂ. പരീക്ഷ ചോദിച്ചാൽ എഴുതിയേ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് എഴുതാൻ ബാധ്യസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സല്ല മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ പഠനം. മെഡിക്കൽ രംഗത്തെ എല്ലാ ശാസ്ത്രവും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് തയ്യാറാണോ നമ്മുടെ മെഡിക്കൽ കോളേജ് എന്നൊരു ചോദ്യം വരും. നേരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഡോക്ടറിൻ്റെ നിലവാരത്തിൽ കുറവ് വരും. നമ്മൾ പൊതുവെ പറയുന്ന വെളിയിൽ പോയി പഠിച്ചു വരുന്നവരെ പലരെയും ക്വാളിറ്റി ഇല്ലാന്നാണ്. വെളിയിൽ നല്ല ഇന്ത്യക്ക് പുറത്ത് നല്ല മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ നിന്ന് പഠിച്ചു വരുന്നവരുണ്ട്. അവരിവിടെ വന്നിട്ട് നല്ല ഡോക്ടർമാരെ തുടരുന്നുണ്ട്. എന്നാൽ ഒരുപാട് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ മോശമാണ്. ഞാൻ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. വളരെ മോശം പഠനമുള്ള മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് വരുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ വന്നിട്ട് തുല്യതാ പരീക്ഷ പാസ്സാകാത്തത്. പുറ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്നവർ ഇവിടെ വന്നിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ നാട്ടിൽ നടത്തുന്നൊരു തുല്യതാ പരീക്ഷയും പാസ്സാകണം. അതിൻ്റെ വിജയ ശതമാനം 10-11 ഒക്കെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്. കാരണം പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് മക്കൾ പഠിച്ചിട്ട് വരട്ടെ, മെഡിക്കൽ ഡിഗ്രി എടുത്തിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അവരിവിടുത്തെ തുല്യത പരീക്ഷ പാസ്സാകാതെ ഇവിടെ തന്നെ തുടരുകയാണ്. അവർക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല. പ്രാക്ടീസ് ചെയ്താൽ നിയമവിരുദ്ധമാണ്. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യാൻ വേണം. മറ്റെന്ത് പണിക്ക് പോകും മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഗവൺമെൻറ് ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരങ്ങളും വരുന്നത്. ഞങ്ങളും മെഡിക്കൽ കോളേജ് തുടങ്ങി. ഞങ്ങളും
കൂടുതൽ ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു പോവുകയാണ്. കേരളത്തിൽ എത്ര ഡോക്ടർമാർ വേണമെന്നുള്ള കാര്യം നമുക്കൊരു കണക്കെടുപ്പ് നടന്നിട്ടില്ല. ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജിൽ ഇതുപോലെ തുടരണോ കൂട്ടണോ കുറയ്ക്കണോ എന്ന കാര്യത്തിൽ ഒരു പോളിസി തീരുമാനം അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇലക്ഷനൊക്കെ വരികയല്ലേ ഞങ്ങൾ 2 മെഡിക്കൽ കോളേജ് തുടങ്ങിയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് വളരെ നിരുത്തരാധപരമാണ്. മറ്റേത് മേഖലയിലും പഠനം കുറച്ച് കുറവായെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് കുറേ കൂടെയൊക്കെ പഠിച്ചെടുക്കാം. പഠിക്കാത്ത വിഷയങ്ങൾ ജോലിയിൽ ചേർന്നിട്ട് പഠിക്കുന്ന ഒരുപാടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ ഗുമസ്തന്മാർക്ക് വേണ്ടിയിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പരീക്ഷകൾ നടക്കാറുണ്ട്. ഇപ്പം പഠിച്ചത് സയൻസ് ആയിരിക്കും, പക്ഷേ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗമായിരിക്കും കിട്ടുന്നത്. നല്ല ഉദ്യോഗമായതുകൊണ്ട് ആൾക്കാർ അതിന് മത്സരിച്ച് പോകും. പക്ഷേ സെക്രട്ടേറിയറ്റിൽ എങ്ങനെ ഫയൽ എഴുതണമെന്നും കൈകാര്യണമെന്നും ഒരു കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാത്ത വിഷയങ്ങൾ പലതും പിന്നെ ജോലിയിൽ കയറിയിട്ട് പ്രവേശിച്ചതിന് ശേഷം പഠിച്ചെടുക്കാം. പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അത് പറ്റില്ല. ഡോക്ടറായതിന് ശേഷം മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ വിട്ടുപോയ പാഠങ്ങൾ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ റിസ്ക് ഡോക്ടർക്കല്ല, രോഗികൾക്കാണ്, സാധാരണ മനുഷ്യർക്കാണ്. ചികിത്സ നന്നായി പഠിക്കാത്ത ഒരാൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗിയുടെ ജീവിതത്തിന് അപകടം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് വേണം പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമോ വേണ്ടയോ തുടങ്ങണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ നേരത്തെ ഇടതുമുന്നണി പറഞ്ഞതുപോലെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആകില്ല, അവിടെ പഠനം നടക്കില്ല. അത് രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്, സംസ്ഥാനത്തെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്, വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ദ്രോഹമാണ്. മെഡിക്കൽ കൗൺസിലിനെ പറ്റിക്കാനായിട്ട് അവിടെ ഇവിടെയുള്ള ഡോക്ടർമാർ ഓടിച്ച് പുതിയ മെഡിക്കൽ കോളേജിലേക്ക് വെച്ച് കാണിക്കുന്നത് അത് ജനങ്ങളോടുള്ള ചതിയാണ്, വിദ്യാർത്ഥികളോടുള്ളൊരു ചതിയാണ്. അങ്ങനെ ചെയ്യരുത്. ചെയ്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടേക്കൊക്കെ പുതിയ ഡോക്ടർമാരെ നിയമിക്കേണ്ടതാണ്. നിയമിക്കാൻ പണമില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ടെന്ന് തീരുമാനിക്കാം.